തമ്മിൽ എന്തോ നല്ല രീതിയിൽ ടേമിലാണ് ഇങ്ങനൊരു സംഭവം പോലും നടന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവൻ ജോലിക്ക് പോയെടുത്തുനിന്ന് മകനാണ് സാധാരണ കൊണ്ടുവിടുന്നതൊക്കെ. അന്ന് ആ കുട്ടിയെ കൊണ്ടുവരാതെ ഇവൻ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഇവിടെ കുട്ടിക്ക് സുഖമില്ലെന്നും അച്ഛന് ഹാർട്ട് അറ്റാക്ക് ആണെന്നും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് രാത്രി ട്രാവലിനെ പുള്ളിയെ നിർബന്ധിച്ചെന്നൊക്കെയാണ് അറിയുന്നത്. പിന്നെ രണ്ടാമതൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ചെലവിലിരിക്കുന്ന ഒരു കുടുംബം അദ്ദേഹം മരണപ്പെടുമ്പോൾ അങ്ങനെ 5 സ്റ്റാർ ലെവലിൽ പോയി ഫുഡ് കഴിക്കുമോ? ഇതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. ഇനി രണ്ടാമതൊരു വിഷയം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നാണവും ഉളുപ്പും ഇല്ലാതെ ഇപ്പോഴും അട്ടിപ്പേറ് ആ വീട്ടിൽ കയറി കിടക്കുന്ന അവളുടെ 2 കുട്ടികൾ കണ്ടല്ലോ തുടുത്ത് കുഴുത്തിരിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, നല്ല തീറ്റയും കൊടുത്ത് നന്നായി. പക്ഷേ ഇപ്പോഴും സുധിയുടെ കുഞ്ഞിൻ്റെ അവസ്ഥയൊന്ന് കോലം നോക്കിക്കാണ്. ആ കുട്ടിയെ നേരെ ചെവി അവർ നോക്കുന്നുണ്ടോ? ഇവരുടെ സ്വഭാവങ്ങൾ. അതുപോലെ ഈ കുട്ടി മരിച്ച സമയത്ത്, അതായത് സുധി മരിച്ച സമയത്ത് ഈ കുട്ടി അവിടെ ചെല്ലുന്നില്ലേ, അതിന് എത്രയോ കാലം മുമ്പ് വരെ ഈ രേണു അവനോട് സംസാരിക്കുക പോലും ഇല്ലായിരുന്നു. പച്ച നുണയാണ് ഈ സ്ത്രീ എല്ലാവരുടെ അടുത്തും പറഞ്ഞത്. ഞാൻ കൂടെ നിർത്തിയതാണ്, ഞാൻ ചേർത്ത് നിർത്തിയതാണെന്ന്. എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാം. ഇതൊക്കെ 1 by 1 ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കേൾക്കുമ്പോൾ, ഓരോന്നും കേൾക്കുമ്പോൾ ഇതൊക്കെ കുറേ നമ്മൾ ഏറെക്കുറെ അപ്പുറവും ഇപ്പുറവും നിന്ന് കാര്യങ്ങൾ അറിഞ്ഞതാണെങ്കിൽ പോലും ഇത്രയും രൂക്ഷമാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വളരെ മോശം, വളരെ മോശം. സത്യത്തിൽ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു ക്രിമിനലിൻ്റെ കയ്യിലേക്ക് ആ സ്വത്തും അതിൻ്റെ അവകാശവും കുറേ പണവും കൊണ്ട് കൊടുത്തു. അത് വെച്ച് അവളിങ്ങനെ തൂർത്തടിക്കുന്നു. അവൾ പറയണം അവൾക്ക് ഒരു പ്രശ്നമല്ല, അവൾക്ക് ഇഷ്ടമുള്ളതാണൊക്കെ അവൾ കാണിക്കുമെന്ന്. ആ അമ്മയെ കൊണ്ടൊരു പെറ്റീഷൻ കൊടുപ്പിക്കണം. മകൻ്റെ പേരും പറഞ്ഞ് ഇതുപോലെ അഴിഞ്ഞാടുന്നു പറഞ്ഞിട്ട് ആ മകനെ നാശപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അമ്മയെ കൊണ്ടൊരു പെറ്റീഷൻ കൊടുക്കണം. പക്ഷെ ആ കുടുംബം അത്രത്തോളം ഒതുങ്ങി ജീവിക്കുന്ന കുടുംബമാണ്. അവരവരുടെ പാടിയെന്ന് ജീവിക്കുന്നു. എത്ര നല്ല സഹകരണമുള്ള വീട്ടുകാർ, എന്തുമാത്രം സ്നേഹത്തോടെയാണ് അവർ കിച്ചുവിനെ നോക്കുന്നത്. പക്ഷെ 10 അമ്മ ചവഞ്ഞാലും പെറ്റമ്മയാവത്തില്ലല്ലോ. അവനത് മിസ് ചെയ്യുന്നുണ്ടാകാം. അവൻ്റെ കുടുംബം അവിടെ ഉണ്ട് എന്നൊരു തോന്നൽ അവനുണ്ടാകാം. അവർ കാണിക്കുന്ന തോന്നിവാസം, അവൻ മറ്റുള്ളവരുടെ മുമ്പിൽ കേൾക്കുന്ന ആ മോശപ്പെട്ട വാക്കുകൾ, അതൊക്കെ അവനെ വിഷമിപ്പിക്കുന്നുണ്ടാകാം. എന്ത് തന്നെയായിരുന്നാലും ആ കുട്ടിയോട് ചെയ്തത് നീതികേട് മാത്രമാണ്. ഇതുവരെ ആ 24 ചാനലുകാർ പൈസയൊന്നും കൊടുത്തിട്ടില്ല. ഫീസിന് കൊടുക്കുന്നു, അവന് മാസ റവന്യൂ കൊടുക്കുന്നു, അതുകൊണ്ട് അവൻ ദൂർത്തടിക്കുന്നു. ഇതൊക്കെയായിരുന്നല്ലോ നമ്മളുടെയും ഒക്കെ കമൻസ്. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. ആ കുട്ടിക്ക് എവിടുന്നും ഒരു ഫണ്ടും ആരും കൊടുക്കുന്നില്ല. ഈ അച്ഛൻ്റെ കേസിൽ തന്നെ അവൻ പൈസ കൊടുത്തതിൻ്റെ ഒരിതിൽ 24കാർ ആ പൈസ കൊടുത്തല്ലോ എന്നുള്ള ഒരിതിൽ പിന്നെ അവനൊന്നും ചോദിക്കാനും പോയിട്ടില്ല. സത്യത്തിൽ ആ ഇൻഷുറൻസ് തുക പൂർണ്ണമായും ആ കുട്ടിക്ക് അർഹതപ്പെട്ടതാണ്. അവൻ നോക്കും വൃദ്ധപ്പനെ. അല്ലാതെ ഈ സ്ത്രീയുടെ കയ്യിൽ കൊടുത്ത് അവളെ പല്ലി വയ്ക്കാനും അവളെ ചന്തിയിൽ കുറച്ച് ചത കൂടുതൽ വയ്ക്കാനും അവൾക്ക് മുല കൂട്ടി വയ്ക്കാനും ഉള്ള പണമല്ല അത്. അയാളുടെ ബ്ലഡ് മണിയാണ്. അതിപ്പോൾ ആളുകൾ കൊടുത്താലും ശരി തന്നെ, ഇൻഷുറൻസ് കൊടുത്താലും ശരി തന്നെ, ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ അയാൾക്ക് കിട്ടുന്ന ബ്ലഡ് മണിയാണത്. അത് എങ്ങനെയാണ് എവളെടുത്ത് ദൂർത്തടിച്ച് ആർഭാടത്തിൽ